ഇന്നാണ് മനുവിന്റെയും ജാനുവിന്റെയും നിശ്ചയം. ജെനി, ആദ്യമേ പറയാം, ഇന്നൊരു നല്ല കാര്യം നടക്കുവാണ്. അച്ചുമായി വഴക്കിടരുത്, കേട്ടല്ലോ. ആദ്യമേ വസു അവളോട് പറഞ്ഞു. ഒരു മുൻകരുതൽ. ഞാനായിട്ട് ഒന്നിനും പോവില്ല, പക്ഷെ എന്നെ ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞാൽ ഞാൻ മാന്തം. ജെനി അവളുടെ ഭാഗവും പറഞ്ഞു. അല്ല പിന്നെ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ചെല്ല്, പോയി റെഡിയാവാൻ നോക്ക്. വസു അവളെ അവിടെ ഒന്നും പറഞ്ഞു വിട്ടു. എനിക്കതിന് മാത്രം സമയമൊന്നും വേണ്ട, ഞാൻ ചേച്ചിയെ നോക്കട്ടെ. അമ്മയോട് പറഞ്ഞ് അവൾ ജാനിയുടെ മുറിയിലേക്ക് പോയി. ജെനി ചെല്ലുമ്പോൾ ജാനി റെഡിയായി നിൽക്കുന്നുണ്ട്. റെഡിയായി നിൽക്കുന്ന അവളുടെ ചേച്ചിയെ കണ്ട് ജെനിയുടെ കണ്ണുകൾ നിറഞ്ഞു. മെറൂൺ ബ്ലൗസും മെറൂൺ ഗോൾഡും കരയുള്ള ധാവണിയായിരുന്നു അവളുടെ വേഷം. രണ്ട് കൈ നിറയെ മെറൂണും ഗോൾഡൻ കളറുള്ള വളകളും ഇടകലർത്തി ഇട്ടിട്ടുണ്ട്. മുടി വട്ടത്തിൽ കെട്ടി മുല്ലപ്പൂ ചൂടിയിട്ടുണ്ട്. സ്റ്റിക്കർ പൊട്ടിന് പകരം ചന്ദനവും കുങ്കുമവുമാണ് നെറ്റിയെ. ജാനി ഒരുപാട് സുന്ദരിയായിരുന്നു. എങ്ങനെയുണ്ട് പെണ്ണെ, കൊള്ളാവോ? ജാനി ജെനിയോട് ചോദിച്ചു. ആ, അഡ്ജസ്റ്റ് ചെയ്യാം. അത്ര ഉഷാറില്ലാതെ ജെനി പറഞ്ഞപ്പോൾ ജാനിയുടെ മുഖം വാടി. എന്റെ ചേച്ചി, ചുമ്മാ, എന്റെ ചേച്ചി സുന്ദരിയായിട്ടുണ്ട്. ജാനിയുടെ കവളി ചുംബിച്ചുകൊണ്ട് ജെനി പറഞ്ഞപ്പോൾ ജാനിയും ചിരിച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. നീ റെഡിയാവുന്നില്ലേ? ഇത്ര സമയമായിട്ട് ഒരുങ്ങാതെ നിൽക്കുന്ന ജെനിയോട് ജാനി ചോദിച്ചു. ആ, റെഡിയാവാൻ പോവാ. ജാനിയോട് പറഞ്ഞ് ജെനി അവളുടെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മനുവും വീട്ടുകാരും വന്നു. അവരുടെ കുറച്ച് ബന്ധുക്കളും അച്ചുവിന്റെ കൂട്ടുകാരായ ദീപവും കൃതിയും. വാ എല്ലാവരും. മാഹി അവരെ അകത്തേക്ക് ക്ഷണിച്ചു. നിന്റെ ഏട്ടത്ത് റിച്ച് ആണല്ലോടാ. വീട് മുഴുവൻ കണ്ണോടിച്ചുകൊണ്ട് ദീപു അച്ചുവിനോട് പറഞ്ഞു. നിനക്കൊരു സർപ്രൈസ് ഉണ്ട് കൃതി, നിനക്കും. അച്ചു ദീപുവിനോടും കൃതിയോടും പറഞ്ഞു. എന്ത്? അതൊക്കെയുണ്ട്. അപ്പോഴേക്കും ജെനിയുടെ വാലുകളും അവരുടെ ഫാമിലിയും വന്നു. എവിടെയായിരുന്നു സന്ദീപേ? ഇപ്പോഴാണ് വരുന്നേ. മഹി പാച്ചുവിന്റെ അച്ഛനോട് ചോദിച്ചു. എന്റെ മഹി, നീ ക്ഷമി. വസു രേവതിയും കൂട്ടി അകത്തേക്ക് കയറി. അവരുടെ പുറകെ അഞ്ജു എബിയും അവരുടെ അപ്പ എബ്രഹാമും മമ്മി മരിയയും വന്നു. എടാ, അവരല്ലേ? ഇവരെന്താ ഇവിടെ? ദീപവും കൃതി അച്ഛനോട് ചോദിച്ചു. അവരുടെ ഫ്രണ്ടിന്റെ ചേച്ചിയുടെ എൻഗേജ്മെന്റ് ആയതുകൊണ്ട്. അപ്പോ നിന്നെ ഒന്ന് വലിച്ചിട്ടവൾ? അതാണ് സർപ്രൈസ്. അവൾ എന്റെ ഏട്ടത്തിയുടെ ഒരേ ഒരു അനിയത്തി, ജനനി. എന്നാലും ഇത് വേണ്ടായിരുന്നു. സങ്കടം അഭിനയിച്ച് കൃതി പറഞ്ഞു. ഇവരെന്താ ഇവിടെ? ദീപുവിനെയും കൃതിയെയും കണ്ട അഞ്ജു പാച്ചുവിനോട് ചോദിച്ചു. അവര് മറ്റേ ഏട്ടന്റെ ഫ്രണ്ട്സ് അല്ലേ? പാച്ചു അവളുടെ സംശയം മാറ്റി. പാച്ചു, യു ആർ ഗ്രേറ്റ്. ജെനി എവിടെ? ഇത്രയും നേരമായിട്ട് അവളെ കണ്ടില്ലല്ലോ. ചുറ്റും നോക്കിക്കൊണ്ട് എബി പറഞ്ഞു. സത്യമാണല്ലോ. അഞ്ജുവും പാച്ചുവും അത് ഏറ്റുപിടിച്ചു. അല്ല വസു, ജെനി എവിടെ? സീത അവരോട് ചോദിച്ചു. അവള് ജാനിയുടെ അടുത്താവും. നിങ്ങൾ വന്നോന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ആ, എന്നാ മോളെ വിളിക്കാല്ലേ? മഹി ചോദിച്ചു. ആ, വിളിക്കാം. മോതിരം മാറാൻ വേണ്ടി ചെറിയ രീതിയിൽ അലങ്കരിച്ചിട്ടുള്ള ഭാഗത്ത് മനുവിനെ ഇരുത്തി. അവന്റെ കണ്ണുകൾ അവന്റെ പ്രണയത്തെ കാണാൻ തുടിച്ചു. ബന്ധുക്കളുടെ കൂടെ ഇറങ്ങി വരുന്ന ജാനിയെ കണ്ടപ്പോൾ മനുവിന്റെ കണ്ണുകൾ തിളങ്ങി. അവൾ ഒരുപാട് സുന്ദരിയായിരുന്നു. നിറഞ്ഞ പുഞ്ചിരിയോടെ മനു അവളെ തന്നെ നോക്കിയിരുന്നു. മനുവിന്റെ കണ്ണുകളിലുടക്കി ജാനിയുടെ മിഴികൾ ഒരു പിടച്ചിലൂടെ അവളെ മാറ്റുമ്പോഴും അവന്റെ മുഖത്തെ പുഞ്ചിരിക്ക് മാറ്റം ഉണ്ടായിരുന്നില്ല. ജാനി അവനെ നോക്കിക്കണ്ടു. ചന്ദന കളർ കുർത്തയും അതേ കരയുള്ള മുണ്ടുമാണ് വേഷം. നെറ്റി ചന്ദനക്കുറി, മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി. അവളുടെ മനസ്സ് നിറഞ്ഞു. ജാനിയും മനുവിന് വേണ്ടി നിറഞ്ഞ മനസ്സോടെ പുഞ്ചിരി സമ്മാനിച്ചു. ജാനിയെ മനുവിന്റെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തി. ജെനി എവിടെ? മഹി അവളോട് ചോദിച്ചു. അവള് വന്നില്ലേ? റെഡിയാവാൻ കയറിയിട്ട് എത്ര നേരമായിരുന്നു. എന്റെ അടുത്തേക്ക് വരാഞ്ഞപ്പോ ഞാൻ കരുതി ഇങ്ങോട്ട് വന്നിട്ടുണ്ടാകുമെന്ന് ജെനി പറഞ്ഞു. ഈ പെണ്ണ്. ജെനി മോളെ. വസു അവളെ വിളിച്ചു. ദാ വരുന്നമ്മ. മുകളിൽ നിന്നും ജെനിയുടെ ശബ്ദം കേട്ടപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ സ്റ്റേറിന്റെ ഭാഗത്തേക്ക് നീങ്ങി. സ്വന്തം ചേച്ചിയുടെ നിശ്ചയത്തിന് ജീനും ഷർട്ടും ഇട്ട് വരുന്ന അവളെ കാണാൻ അച്ഛന്റെ കണ്ണുകൾ തുടികൂട്ടി. ഇറങ്ങി വരുന്ന ജെനിയെ കണ്ട് മനുവും ജാനി ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. അച്ഛൻ ശ്വാസം എടുക്കാൻ പോലും മറന്ന് അവളെ ഇമ വെട്ടാതെ നോക്കി നിന്നു. പാച്ചു, അഞ്ജു, എബി ഞങ്ങളുടെ ജെനി ഇങ്ങനെയല്ല എന്ന പോലെ അവളെ നോക്കുന്നു. വസുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. സീതയ്ക്ക് അവളെ ഒരുപാട് ഇഷ്ടമായി. സെറ്റ് സാരിയായിരുന്നു ജെനിയുടെ വേഷം. ഗോൾഡൻ കരയുള്ള സാരി. സാരി ബ്ലാക്ക് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്കിൽ വൈറ്റ് പ്രിന്റുള്ള ബ്ലൗസും. മുടി പരത്തി ഇട്ടിട്ടുണ്ട്. കയ്യിൽ ഒരു വാച്ച് മാത്രം. കഴുത്തിൽ അവൾ സ്ഥിരം ഇടാറുള്ള നേരിയ ഗോൾഡിന്റെ ചെയിൻ. കണ്ണുകൾ ലൈറ്റായി എഴുതിയിട്ടുണ്ട്. ചെറിയ സ്റ്റോൺ പൊട്ടും. മറ്റു ചമയങ്ങളൊന്നുമില്ല. അവൾ അതിസുന്ദരിയായിരുന്നു. അവളുടെ ഇങ്ങനെ ഒരു മാറ്റം ആരും വിചാരിച്ചിരുന്നില്ല. കൃതി സ്വയം ഒന്ന് നോക്കി. എത്ര പൊട്ടി കമിഴ്ത്തിയിട്ട് ജെനിയുടെ അടുത്ത് പോലും എത്തിയില്ലല്ലോ. കൃതിക്ക് ജെനിയോട് അസൂയ തോന്നി. സ്വാഭാവികം. അവൾ ഒരു പുഞ്ചിരിയോടെ ഇറങ്ങി വന്നു. എന്താ നോക്കുന്നേ? എല്ലാവരുടെയും നോട്ടം കണ്ട് ജെനി ചോദിച്ചു. നിന്നെ ഒരു പെണ്ണായി കണ്ടപ്പോ നോക്കിയതാ. മനു പറഞ്ഞു. അമ്മയുടെ മോൾക്ക് കണ്ണു തട്ടാതിരിക്കട്ടെ, സുന്ദരിയായിട്ടുണ്ട്. നിറ കണ്ണുകളോടെ വസു അവളുടെ നെറുകയിൽ മുത്തി. അച്ചു അവന്റെ കണ്ണുകൾ അവളിൽ നിന്ന് പിൻവലിച്ചില്ല. മറ്റെന്തിനേക്കാളും അവളുടെ മൂക്കുത്തിയാണ് അവളുടെ സൗന്ദര്യം കൂട്ടുന്നതെന്ന് അവന് തോന്നി. എടാ, നിങ്ങൾ തമ്മിൽ ലവ് അല്ലേ? ദീപു അച്ചുവിനോട് ചോദിച്ചു. അപ്പോഴാണ് അച്ചു അവളിൽ നിന്ന് നോട്ടം മാറ്റിയത്. എന്താ? നിങ്ങൾ തമ്മിലാണല്ലോ മാച്ച്. സത്യം പറ, നിങ്ങളുടെ നിശ്ചയല്ലേ ഇന്ന്?
അപ്പോഴാണ് അച്ചു ശ്രദ്ധിച്ചത്. അവൻ ബ്ലാക്ക് കുർത്തയും വൈറ്റ് പൈജാമയായിരുന്നു. അവനൊരു പുഞ്ചിരിയോടെ ജെനിയെ നോക്കി. അവളും അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. കണ്ണുകൾ ഉടക്കി നിന്നപ്പോൾ അതിലെ ഭാവം അവർക്ക് രണ്ടുപേർക്കും വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ചടങ്ങ് തുടങ്ങാം. ശബ്ദം കേട്ടപ്പോഴാണ് രണ്ടുപേരും നോട്ടം മാറ്റിയത്. ജെനി ജാനിയുടെ അടുത്ത് പോയി നിന്നു. അച്ചു മനുവിന്റെ അടുത്ത്. അനുസരണയില്ലാതെ അച്ചുവിന്റെ കണ്ണുകൾ ഇടയ്ക്കിടെ ജെനിയുടെ മേൽ പാറി വീണുകൊണ്ടിരുന്നു. എന്തിനെന്നറിയാതെ. മണ്ടൻ. മനുവും ജാനിയും ഒരുമിച്ച് നിലവിളക്ക് കത്തിച്ചു. ഒരു നിമിഷം കണ്ണടച്ച് കൈകൾ കൂപ്പി രണ്ടുപേരും പ്രാർത്ഥിച്ചു. അഭിമന്യു എന്നെഴുതിയ മോതിരം അവളുടെ മോതിരവിരലിൽ ചാർത്തുന്നതിന്റെ കൂടെ അവളുടെ കൈപ്പത്തിൽ അവനൊരു ചുടുചുംബനം നൽകി. ബോണസാണേ. ജാൻവി എന്നെഴുതിയ മോതിരം മനുവിന്റെ കൈകളും തിളങ്ങി നിന്നു. പിന്നീട് അങ്ങോട്ട് ഫോട്ടോ എടുപ്പായിരുന്നു. പല പോസിൽ മനുവും ജാനി നന്നായി ക്ഷീണിച്ചിരുന്നു. ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയപ്പോൾ ക്ഷീണം കൊണ്ടാണെന്ന് തോന്നും. രണ്ടുപേരും നല്ല പോളിംഗ് ആയിരുന്നു. നിശ്ചയമൊക്കെ വളരെ ഭംഗിയായി തന്നെ അവസാനിച്ചു. ബന്ധുക്കളെല്ലാം പോയപ്പോൾ മനുവും കുടുംബവും അച്ചുവിന്റെ കൂട്ടുകാരും ജെനിയുടെ കൂട്ടുകാരും അവരുടെ കുടുംബവും മാത്രം ബാക്കിയായി. കല്യാണത്തിന് ദിവസം ഇല്ലല്ലോ, എല്ലാം പെട്ടെന്നാക്കണം, മഹി പറഞ്ഞു. വേണം. എല്ലാവരും അത് ഏറ്റുപിടിച്ചു. അമ്പലത്തിൽ വെച്ച് താലികെട്ട് നടത്താം, ചെറിയ രീതിയിൽ. പിന്നെ റിസപ്ഷൻ ഗ്രാൻഡ് ആക്കിയാൽ പോരെ. രണ്ടു കൂട്ടുകാർക്കും റിസപ്ഷൻ ഒരുമിച്ച് നടത്താം. ജെനി അവൾക്ക് തോന്നിയ ആശയം പറഞ്ഞു. അതൊന്നും വേണ്ട, മണ്ഡപത്തിൽ വെച്ച് താലികെട്ട് നടത്താം സാധാരണ പോലെ. എന്നിട്ട് വൈകുന്നേരം റിസപ്ഷൻ വെക്കാം, അച്ചുവും പറഞ്ഞു. അങ്ങനെ വേണ്ട, അങ്ങനെ മതി. തുടങ്ങി രണ്ടും. അങ്കിളെ, വീട്ടിൽ കൂടുണ്ടോ? ജെനി പെട്ടെന്ന് ചന്ദ്രനോട് ചോദിച്ചു. എന്തിനാ മോളെ? ചന്ദ്രൻ അവളെ സംശയത്തോടെ നോക്കി. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു 5 അടി 6 ഇഞ്ചിന്റെ കൂട് പറഞ്ഞുണ്ടാക്കോ. ഈ സാധനത്തിന് പേ വരാൻ ചാൻസ് ഉണ്ട്. അച്ചുവിനെ നോക്കി ജെനി പറഞ്ഞു. പേ നിന്റെ മറ്റവനടി പൂതനെ. അച്ചുവും വിട്ടുകൊടുത്തില്ല. പൂതന നിന്റെ മറ്റവളാടാ കാലമാടാ. ഡി. അച്ചു അവൾക്ക് നേരെ ചീറി. എന്താടാ? ജെനിയും വിട്ടുകൊടുത്തില്ല. അടങ്ങിക്കോ നീ. അവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. ഇല്ല, നീ എന്ത് ചെയ്യുമടാ, പരട്ടെ. ബാക്കിയുള്ളവരെല്ലാം ഇവരുടെ പോര് കണ്ട് പരസ്പരം നോക്കുന്നുണ്ട്. വസുവും സീതെ തലയ്ക്ക് കൈകൊടുത്തു. ജെനി മതി. അവളെ തടഞ്ഞുകൊണ്ട് ജാനി പറയുന്നുണ്ട്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അച്ചു. മനുവിന്റെ ശബ്ദം അവിടെ ഉയർന്നു. സ്വിച്ച് ഇട്ട പോലെ രണ്ടിന്റെയും പോരവിടെ നിന്നു. കൂടുന്നുണ്ട് നിങ്ങൾക്ക്. കൊച്ചു പിള്ളേരൊന്നുമല്ല. വേണ്ട, ഒരു കാരണമില്ലാതെ ചുമ്മാ. നല്ലൊരു ദിവസമായിട്ട് രണ്ടും. മനു ദേഷ്യപ്പെട്ടു. അല്ല പിന്നെ, ക്ഷമയ്ക്ക് പരിധിയില്ലേ? അച്ചുവിനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് ജെനി അവളുടെ മുറിയിലേക്ക് പോയി. അച്ചു പുറത്തേക്ക്. എന്നാ ഞങ്ങളും. ജെനി മുറിയിലേക്ക് പോയതിന്റെ പുറകെ പാച്ചു, അഞ്ചു, എബി അങ്ങോട്ട് വലിഞ്ഞു. ദീപുവും കൃതിയും അച്ചുവിന്റെ അടുത്തേക്കും. എന്തിനാ അച്ചു അവളോട് വെറുതെ? അവന്റെ അടുത്ത് ചെന്ന് ദീപു ചോദിച്ചു. അവള് ചൊറിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലടാ. വിളിച്ചുകൊണ്ട് അച്ചു പറഞ്ഞപ്പോ ദീപുവും കൃതി തലയെ കൈവച്ചു. വിധു നാളെയല്ലേ വരുന്നേ? അച്ചു കൃതിയോട് ചോദിച്ചു. നാളെ രാവിലെ എത്തും. പിന്നെ അവളുടെ അനിയത്തിക്ക് ഇവിടുത്തെ കോളേജ് അഡ്മിഷൻ ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. കൃതി അവരോട് പറഞ്ഞു. അച്ചു ഒന്നും മൂളിയതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. പാച്ചു, അഞ്ചു, എബിയും ചെല്ലുമ്പോൾ ജെനി ഡ്രസ്സ് മാറി ഒരു ജീനും ടീഷർട്ടും ഇട്ടിരുന്നു. സ്വിങ്ങിലിരുന്ന് അവളുടെ ഗിറ്റാർ സ്ട്രിങ്സ് റെഡിയാക്കുകയായിരുന്നു. എന്തായിരുന്നു താഴെ? അവളുടെ മുന്നിൽ നിന്നുകൊണ്ട് അവര് ചോദിച്ചു. എന്ത്? ഗിറ്റാറിൽ നിന്ന് കണ്ണെടുത്ത് അവരെ നോക്കി ജെനി ചോദിച്ചു. അച്ചുവേട്ടനുമായി അടി? അതോ അങ്ങേർക്കിടയ്ക്കിടെ എന്നെ ഒന്ന് ചൊറിഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. അങ്ങോട്ട് തിരിച്ച് മാന്തിയില്ലെങ്കിൽ എനിക്ക്. എടി, നിങ്ങൾ ഇനി മുതൽ ബന്ധുക്കളാണ്, എബി അവളോട് പറഞ്ഞു. അതിന് അല്ല, ഒരു പൊടിക്കൊതുങ്ങുന്നതല്ലേ നല്ലത്. പിന്നെ എന്റെ പട്ടി ഒതുങ്ങും. ഞാൻ ഒതുങ്ങൂല. ജെനി പറഞ്ഞത് അഞ്ചുവിന്റെ മറുപടി ഉയർന്നു. അങ്ങനെ ഒരു സാധനം. അഞ്ചു പറഞ്ഞത് കേട്ട് മൂന്നും വാപൊളിച്ചു നോക്കി. പിന്നെ ഒരു ചിരിയായിരുന്നു. കാര്യം ശരിക്കും മനസ്സിലായില്ലെങ്കിലും അഞ്ചുവും ചിരിക്കാൻ കൂടി. മണ്ടിപ്പെണ്ണ്. എടാ, എന്റെ വായി വല്ലതും നടക്കൂടെ? ജെനി പെട്ടെന്ന് എബിയോട് ചോദിച്ചു. സെറ്റാണ് ചക്കരേ. നാളെ കോളേജിൽ പോകുമ്പോ സാധനം ഞാൻ എടുക്കും, വണ്ടി വെക്കാം. എന്നത്തെയും പോലെ വൈകുന്നേരം. ഓക്കെ. എബിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ജെനി പറഞ്ഞു. ജെനി, ഗിറ്റാർ എടുത്തു വാ. അപ്പോഴേക്കും അവൾക്ക് താഴെ നിന്നും വിളി വന്നു. ജെനിയും കൂട്ടുകാരും ഗിറ്റാറും പിടിച്ചിറങ്ങി. അച്ചു അവന്റെ കൂട്ടുകാരെ എല്ലാം അകത്തേക്ക് കയറിയിരുന്നു ആ സമയം കൊണ്ട്. എന്താ അമ്മേ? ജെനി വസുവിനോട് ചോദിച്ചു. നീ അപ്പോഴേക്കും ഡ്രസ്സും മാറിയോ? അവളെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് വസു ചോദിച്ചു. വിളിച്ചത് എന്തിനാണെന്ന് പറ. നീ ഒരു പാട്ട് പാടിക്കേ, എല്ലാവർക്കും നിന്റെ പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹം, മാഹി അവളോട് പറഞ്ഞു. അതിനെന്താ, പാടാലോ. എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ജെനി അവിടെ ഉണ്ടായിരുന്ന കസേരയിലേക്കിരുന്നു. അവളുടെ എതിർവശത്താണ് അച്ചു ഇരുന്നത്. ജെനി ഗിറ്റാർ മീട്ടി പാടാൻ തുടങ്ങി. അച്ചു ചുറ്റും കണ്ണോടിച്ചു. എല്ലാവരും കണ്ണടച്ച് പാട്ട് കേൾക്കുവാണ്. അച്ചുവിന്റെ കണ്ണുകൾ ജെനിയെ എത്തി നിന്നു. അവളും കണ്ണടച്ചാണ് പാടുന്നത്. ചുണ്ടിൽ ഒരു മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അവൾ ഒരുപാട് ആസ്വദിച്ചിട്ടാണ് പാട്ട് പാടുന്നതെന്ന് അവന് മനസ്സിലായി. അവൾ ഈ ലോകത്തൊന്നും അല്ല എന്ന്. അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്തുനിന്ന് മടങ്ങിപ്പോരാൻ തയ്യാറാകുന്നില്ല. അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നി. അച്ചു ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത മറ്റൊരു അനുഭൂതിയിൽ അവളിൽ നിന്ന് കണ്ണെടുക്കാതെ ഇമ വെട്ടാതെ അവളെ നോക്കിയിരുന്നു. ജെനി പാടി നിർത്തി. അവൾ കണ്ണടച്ചു തന്നെ ഇരുന്നു. അവളുടെ പാട്ട് കഴിഞ്ഞിട്ടും അച്ചു അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുത്തില്ല. എല്ലാവരുടെയും നിറഞ്ഞ കയ്യടി കേട്ടപ്പോൾ ജെനി കണ്ണു തുറന്നു.
പക്ഷെ അവൾ ആദ്യം കണ്ടത് അവളെ തന്നെ നോക്കുന്ന രണ്ടു കണ്ണുകളെയാണ്. അവളുടെ വെള്ളാരം കണ്ണുകൾ അതിലുടക്കി നിന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്ന ഭാവം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അച്ചുവിന്റെ കണ്ണുകളും അവളുടെ വെള്ളാരം കണ്ണുകളിൽ തറഞ്ഞു നിന്നു, സുഖമുള്ള അനുഭൂതിയോടെ. അടിപൊളി, അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചന്ദ്രൻ പറഞ്ഞു. അപ്പോഴാണ് ജെനിയും അച്ചു നോട്ടം മാറ്റിയത്. ഒരു പിടച്ചിലോടെ ജെനി നോട്ടം മാറ്റുന്നത് കണ്ടപ്പോൾ അച്ചുവിന്റെ ചൂണ്ടിൽ അവൻ പോലും അറിയാതെ പുഞ്ചിരി വിരിഞ്ഞു. അവർ വീണ്ടും എന്തൊക്കെയോ സംസാരിച്ചിരുന്നു. ഈ സമയമെല്ലാം അച്ചുവിന്റെ കണ്ണുകൾ ജെനിയുടെ മുഖത്തൂടെ ഓടി നടക്കുകയായിരുന്നു. ചെറിയ പുഞ്ചിരിയോടെ അവരുടെ സംസാരം കേട്ടിരിക്കുന്ന അവളോട് അവനൊരിഷ്ടം തോന്നി. അവളുടെ താടിച്ചുഴിയും കണ്ണുകളും മൂക്കുത്തിയും അവന്റെ ഉള്ളിൽ അത്രമേൽ ആഴത്തിൽ പതിഞ്ഞു പോയിട്ടുണ്ടെന്ന് അവൻ അറിഞ്ഞില്ല. ഹീമ ചിമ്മാതെ ജനിയെ നോക്കിയിരിക്കുന്ന അച്ചുവിനെ കണ്ടപ്പോൾ മനുവിന്റെ ചുണ്ടി പുഞ്ചിരി വിരിഞ്ഞു. മനു ജാനിയെ നോക്കി. അതേ പുഞ്ചിരി പതിയെ ജാനിയിലേക്കും പടർന്നു. ജെനിയുടെ ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ടപ്പോൾ അവരെല്ലാം സംസാരം നിർത്തി അവളെ നോക്കി. ജെനി ഗിറ്റാർ മാറ്റിവെച്ച് അവളുടെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. ആനിയമ്മ കോളി എന്ന് സ്ക്രീനിൽ കണ്ടതോടെ അവൾ പെട്ടെന്ന് പാച്ചുവിനെ, എബീനെ, അഞ്ജുനെ നോക്കി. അവർ കണ്ണുകൊണ്ട് ആരാണെന്ന് ചോദിച്ചു. ജെനി ഒന്നും മിണ്ടാതെ അവരെ നോക്കി. അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായപ്പോൾ 3 പേരും അവളെ നോക്കി കണ്ണു ചെന്നി. വീണ്ടും അവളുടെ ഫോൺ റിംഗ് ചെയ്തുകൊണ്ടിരുന്നു. ഫോൺ എടുക്ക് ജെനി, മാഹി അവളോട് പറഞ്ഞു. അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ കോൾ അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് പോയി. അവളുടെ പുറകെ എബിയും പാച്ചുവും അഞ്ചു. ജെനി പോയതും അച്ചു വീട്ടുകാരോടൊപ്പം സംസാരത്തിലേക്ക് തിരിഞ്ഞു. പക്ഷെ അവന്റെ മനസ്സിൽ അപ്പോഴും അവളുടെ മാറിയ മുഖഭാവമായിരുന്നു. എന്തെല്ലാമോ അവർ 4 പേരും ഒളിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. എന്താടാ, ആരെയും എന്തിനാ? അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് അഞ്ചു ചോദിച്ചു. ട്രീറ്റ്മെന്റിനുള്ള പൈസ കൊടുക്കണ്ടേ നമുക്ക്? ജെനി അവരോട് ചോദിച്ചു. കൊടുക്കണം, നമ്മൾ സേവ് ചെയ്ത് വെച്ചതല്ലേ, ഈ മാസത്തേക്ക് അത് മതിയാവില്ലേ? പാച്ചു ചോദിച്ചു. മതിയാവില്ലടാ, ഈ മാസമല്ലേ ഓപ്പറേഷൻ. ചേച്ചിയുടെ കല്യാണമായ പിന്നെ നമുക്ക് ഒന്നിനും പറ്റില്ലല്ലോ, കല്യാണം കഴിയണ്ടേ പിന്നെ? ജെനി സങ്കടത്തോടെ പറഞ്ഞു. എന്ത് ചെയ്യും ജെനി, ചേച്ചിയുടെ കല്യാണം കഴിയുന്നവരെ എന്തായാലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എബി ജെനിയോട് ചോദിച്ചു. എടാ, ഈ സെയിം ഫീ കൊടുത്തിട്ടില്ലല്ലോ. ഫീ അടയ്ക്കാനെന്നും പറഞ്ഞ് അച്ഛന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ആനിയമ്മയ്ക്ക് കൊടുക്കാം. ഫീ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് അടയ്ക്കാം. ഒന്ന് ആലോചിച്ചുകൊണ്ട് ജെനി പറഞ്ഞു. അത് വേണ്ടടാ, അച്ഛ അറിഞ്ഞ റിസ്ക് ആണ്. ഇതുവരെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. ഫീ അടച്ചില്ലേ എന്തായാലും അച്ഛയെ വിളിക്കും. അച്ഛ അറിഞ്ഞ പ്രശ്നമാവും ജെനി. വേണ്ട, എല്ലാവരും എല്ലാം അറിയും. പാച്ചു അവളെ പിന്തിരിപ്പിക്കാൻ നോക്കി. അതേടാ, അത് വേണ്ട, നമുക്ക് വേറെ വഴി നോക്കാം. റിസ്ക് ആണ്. മഹിയച്ച അറിഞ്ഞ വേണ്ട, ശരിയാവില്ല. എബിയും പറഞ്ഞു. ഒന്നും ഉണ്ടാവില്ല, ആരും അറിയില്ല. ഇതേ ഇനി വഴിയുള്ളൂ. 2 ദിവസത്തിനുള്ളിൽ ഇത്രയും പൈസ നമ്മൾ എവിടെയൊന്നും ഉണ്ടാക്കാനാണ്? 2 ദിവസം കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോണം. 2 ദിവസം കൊണ്ട് നമുക്ക് കൂട്ടിയാൽ കൂടില്ല ഇത്രയും പൈസ. അപ്പൊ ഇതല്ലാതെ വഴിയില്ല. ജെനി തറപ്പിച്ചു പറഞ്ഞു. അപ്പൊ കോളേജ് ഫീ എങ്ങനെ അടയ്ക്കും? വീണ്ടും അച്ചോട് ചോദിക്കാൻ പറ്റുമോ? നീ അതിനൊരു വഴി കണ്ടുപിടിക്കേ. അഞ്ചു അവളോട് ദേഷ്യപ്പെട്ടു. ഫീ ഒരാഴ്ച കൊണ്ട് അടയ്ക്കും, അതിനുള്ള വഴിയൊക്കെ സെറ്റാണ്. നാളെ എന്തായാലും ആനിയമ്മയുടെ അടുത്ത് പോണം, പൈസ കൊടുക്കണം, ചേച്ചിയെ കാണണം. ജെനി ഉറപ്പിച്ചു പറഞ്ഞു. അവളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് അവരും സമ്മതിച്ചു. പിന്നെ ജെനി പെട്ടെന്ന് നിർത്തി. അവളുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. പാച്ചു, എബി, അഞ്ചു അവളെ നോക്കി. പിന്നെ പാച്ചു അവളോട് ചോദിച്ചു. ഹീസ് ബാക്ക്. ജെനി പറഞ്ഞപ്പോ മറ്റു 3 പേരുടെ മുഖം ഒരുപോലെ വലിഞ്ഞു മുറുകി. അവരെല്ലാം ഒരുമിച്ച് നിന്ന് മാറി കൈപിഴച്ചുകൊണ്ട് മുന്നോട്ട് നോക്കി നിന്നു, വല്ലാത്തൊരു ഭാവത്തോടെ. വിനയ് ദേവദത്തൻ, പുച്ഛത്തോടെ ജെനി പറഞ്ഞു. എന്താണ് പ്ലാൻ? പാച്ചു അവളോട് ചോദിച്ചു. ഒരാഴ്ച അത്രേ അവൻ ഇവിടെ ഉണ്ടാവും. 1 വീക്ക് കഴിഞ്ഞ അവൻ തിരിച്ചു പോകുമെന്നാണ് അറിഞ്ഞത്. അതിനു മുമ്പ് ജെനിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അതിനു മുമ്പ് നമുക്കൊന്ന് പോയി കാണണ്ടേ അവനെ? ജെനി മുന്നോട്ട് നോക്കി തന്നെ ചോദിച്ചു. അതിന് മറുപടിയായി 3 പേരും അവളുടെ കൈവളയെ കൈ ചേർത്ത് പിടിച്ചു. 4 പേരും ഒരുമിച്ച് കണ്ണടച്ചു നിന്നു. ജെനി, പുറകിൽ നിന്ന് വാസുവിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് അവർ കണ്ണു തുറന്നത്. ആ അമ്മ. അവളെ തിരിഞ്ഞെന്ന് വിളി കേട്ടു. ഏട്ടനും വീട്ടുകാരും ഇറങ്ങുവാണെന്ന്, ഇങ്ങ് വാ. വാസു അവളെ വിളിച്ചു. ആ. ജെനിയും പാച്ചുവും എബിയും അഞ്ചുവും വീട്ടിലേക്ക് കയറി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, ബാക്കിയൊക്കെ പറഞ്ഞ പോലെ. മഹിക്ക് കൈ കൊടുത്തുകൊണ്ട് ചന്ദ്രൻ പറഞ്ഞു. എന്നാ അങ്ങനെ ആയിക്കോട്ടെ, മഹിയും പറഞ്ഞു. മനു ജാനിയെ നോക്കി യാത്ര പറഞ്ഞു. അവൾ അവനായി മനോഹരമായ പുഞ്ചിരി നൽകി. അവളുടെ നിറഞ്ഞ പുഞ്ചിരി കണ്ടപ്പോൾ മനുവിന്റെ മനം നിറഞ്ഞു. അച്ഛൻ ജെനിയെ പാളി നോക്കി. ഒരു രസം, ഒത്താലൊരു ചൊറിച്ചിൽ. ജെനിയെ നോക്കിയപ്പോൾ അവൾ ഈ ലോകത്തൊന്നുമല്ല എന്നവന് തോന്നി. ജെനി, മോളെ ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ. അവളുടെ കവളി തലോടിക്കൊണ്ട് സീത പറഞ്ഞപ്പോൾ അവൾ ഞെട്ടി അവരെ നോക്കി. അവളുടെ ഞെട്ടൽ പുറത്ത് കാണിക്കാതെ അവൾ അവരോട് പുഞ്ചിരിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്തുനിന്ന് കണ്ണെടുത്ത ജെനി നേരെ നോക്കിയത് അവളെ തന്നെ നോക്കി നിൽക്കുന്ന അച്ചുവിനെയാണ്. അവൾ അവനെ നോക്കിയതും അവൻ അവളെ നോക്കി നല്ലൊരു പുഞ്ചിരി നൽകി. എന്തുകൊണ്ടോ ജെനിക്കും പുഞ്ചിരിക്കാതിരിക്കാൻ തോന്നിയില്ല. അവളും അവനെ നോക്കി നിറഞ്ഞ പുഞ്ചിരി നൽകി. പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്ന അച്ചുവിനെയും ജെനിയും എല്ലാവരും നോക്കി. നിങ്ങൾക്ക് എന്തു പറ്റി? സാധാരണ ഇങ്ങനെയല്ലല്ലോ. മനു അവരോട് രണ്ടാളോടും ചോദിച്ചു. എന്തു പറ്റാൻ? അച്ചു മനുവിനോട് ചോദിച്ചു. അല്ല, ചിരിക്കുന്നു, അടിയൊന്നും ഉണ്ടാക്കുന്നില്ലേ? അതല്ലേ സാധാരണ നടക്കാറുള്ളത്. മനു പറഞ്ഞപ്പോ എല്ലാവരും ചിരിച്ചു.
ഞങ്ങൾ അടിയുണ്ടാക്കാത്തതാണോ ഏട്ടന്റെ പ്രശ്നം? ജെനി മനുവിനോട് ചോദിച്ചു. നിങ്ങളുടെ അടി കാണാനും രസമാണ് പിള്ളേരെ, ഇളിച്ചുകൊണ്ട് മനു പറഞ്ഞു. ചേച്ചി, നിശ്ചയം കഴിഞ്ഞത് വിധവ ആവണ്ടേ ഇതിനെ വിളിച്ചോണ്ട് പൊക്കോ, അല്ലെങ്കിൽ ഏട്ടനാണെന്ന് നോക്കില്ല ഞാൻ. ജാനിയോട് പറഞ്ഞ മനുവിനെ അവള് നോക്കി. ഏട്ടന്റെ പൊന്നല്ലേ. മനു അവളെ പതപ്പിക്കാൻ നോക്കി. ജനിക്ക് ചിരി വന്നെങ്കിൽ പിടിച്ചു നിന്നു. ഞാൻ ഒരിക്കൽ കുളിച്ചതാണ് ഏട്ടാ, ഇനി പതയൂല, വിളിച്ചുകൊണ്ട് ജെനി പറഞ്ഞു. കുറച്ച് സോപ്പൊടി നന്നായി പതപ്പിച്ച് അവിടെ തലയിലേക്ക് അങ്ങ് ഒഴുക്കിയേട്ടാ, നല്ലോണം പതഞ്ഞോളും. അച്ചു ചൊറിഞ്ഞു തുടങ്ങി. സോപ്പ് പൊടി കലക്കി നല്ലൊരു കോഫി എടുക്കട്ടെ തനിക്ക്. ജെനിയും വിട്ടുകൊടുത്തില്ല. നിന്റെ അച്ഛനോട് കൊടുക്കടി. പെട്ടെന്നൊരാവേശത്ത് മഹി അവിടെ നിൽക്കുന്ന മറന്നുകൊണ്ട് അച്ചു പറഞ്ഞു. അച്ഛന് പറയുന്നോടാ. ജെനി അവന്റെ അടുത്തേക്ക് ചെന്ന് അവനെ തള്ളി. അവനൊന്ന് പിന്നിലേക്ക് പോയി. നീ അത്രയ്ക്കായോ? ആഹാ, നിന്റെ അച്ഛൻ. അവളെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് അവനും പറഞ്ഞു. തന്നെ ഞാൻ. ജെനി അവന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ മുടി പിടിച്ച് താഴ്ത്തി. അവന്റെ കൈയും അവളുടെ മുടി പിടുത്തിട്ടു. രണ്ടും അടിയുണ്ടാക്കുന്നത് കാണാൻ നല്ല രസം.